കേരളത്തിലേക്ക് വന്നാൽ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനം ആവേശമാക്കുകയാണ് മുന്നണികൾ. മധ്യകേരളത്തിൽ റോഡ് ഷോകൾ പൂർത്തിയാക്കി വോട്ടെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു. കലാശക്കൊട്ട് ശക്തി പ്രകടനമാക്കി മാറ്റാൻ അരയും തലയും മുറുക്കി തയ്യാറാണ് മുന്നണികൾ. കനത്ത ചൂടിലും മധ്യകേരളത്തിൽ തീ പാറുന്ന പ്രചരണം, ആവേശകരമായ പര്യടനം, ശക്തിപ്രകടനമായി മാറിയ റോഡ് ഷോകൾ. സിറ്റിംഗ് MP ബെന്നി ബെഹനാനും മുൻ മന്ത്രി C രവീന്ദ്രനാഥും ഏറ്റുമുട്ടുന്ന ചാലക്കുടിയിൽ പോരാട്ടം മുറുകും. ലോക്സഭയിൽ കന്നി അംഗത്തിനിറങ്ങുന്ന 2020 നേടുന്ന വോട്ടുകൾ ചാലക്കുടിയിൽ ജയപരാജയങ്ങളിൽ നിർണായകമാകും. അവസാനഘട്ട പ്രചരണം പൂർത്തിയാക്കി വൈകിട്ടോടെ കൊട്ടിക്കലാശത്തിലേക്ക്. ചാലക്കുടിയിലാണ് UDFന്റെ കൊട്ടിക്കലാശം. LDFന്റെയും NDAയുടെയും കൊട്ടിക്കലാശം അങ്കമാലിയിൽ. എറണാകുളം മണ്ഡലം പ്രവചനാതീതമല്ലെങ്കിലും പ്രചരണത്തിൽ ഒരു മുന്നണിയും പിന്നിലല്ല. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ കൊട്ടിക്കലാശം ടൗൺഹാളിന് സമീപം നടക്കും. LDF സ്ഥാനാർത്ഥി KJ ഷൈനിന്റെ കൊട്ടിക്കലാശം പാലാരിവട്ടത്ത്. പള്ളിമുക്ക് BJP ഓഫീസിന് മുന്നിൽ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണന്റെ കൊട്ടിക്കലാശവും നടക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കലാശക്കൊട്ട് തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടക്കും. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ, LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, BJPയുടെ സുരേഷ് ഗോപി എന്നിവർ സ്വരാജ് റൗണ്ടിൽ തന്നെയാണ് കലാശക്കൊട്ടിൽ പങ്കെടുക്കുക. വിവിധ പ്രദേശങ്ങളിലെ പ്രചാരണം പൂർത്തിയാക്കി 4 മണിയോടെ സ്ഥാനാർത്ഥികൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. കോട്ടയത്ത് കേരള കോൺഗ്രസുകാരുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണെങ്കിലും ഇത്തവണ BDJS സ്ഥാനാർത്ഥി പിടിക്കുന്ന ഓരോ വോട്ടും നിർണായകമാകും. വൈകുന്നേരം ഗാന്ധി സ്ക്വയറിലും തിരുനക്കര മൈതാനത്തുമായാണ് കൊട്ടിക്കലാശം. ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ കലാശക്കൊട്ട് തൊടുപുഴയിൽ. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ റോഡ് ഷോ പൂർത്തിയാക്കി കട്ടപ്പനയിൽ കലാശക്കൊട്ട്. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥന്റെ കലാശക്കൊട്ട് തൊടുപുഴയിലും നടക്കും. ശക്തമായ പോരാട്ടം നടക്കുന്ന ആലപ്പുഴയിൽ രാവിലെ മുതൽ മുന്നണികളുടെ റോഡ് ഷോകൾ ആരംഭിച്ചു. ആവേശകരമായ പര്യടനത്തിന് ശേഷം മുന്നണികൾ കലാശക്കൊട്ടിന് തയ്യാറായി കഴിഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.